ഇന്ന് ഇന്ന് ഈ നിമിഷം നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവരെന്ത് ചെയ്യൂടാ? നിൻ്റെ ഭാര്യയും നിൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ മക്കളും ആരുടെയൊക്കെ മുന്നിൽ പോയി കൈ നീട്ടണോടാ? ആരുടെ അടുത്താണ് നീ മറച്ചു വെക്കുന്നേ? എത്ര നാൾ? എന്തുറപ്പുണ്ട്? എന്തായാലും തരാനുള്ളവരാരും നീ പോയി കഴിയുമ്പോൾ തിരക്കി വരത്തില്ല. ഞാനേ ചേട്ടനൊരു ഇത്ര രൂപ കൊടുക്കണം, പക്ഷെ കൊടുക്കാനുള്ളവനെല്ലാം സഞ്ചയനത്തിൻ്റെ പിറ്റേന്ന് വീട്ടിൽ വരും. അവൻ മരിപ്പിൻ്റെ അന്നും വരും. എന്തിനാ? ഇത് ആരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും, എവിടെ നിന്ന് കിട്ടും? എന്തു ചെയ്യും? നമ്മുടെ മക്കൾ ഉൾപ്പെടെ വല്ലവൻ്റെ മുന്നിൽ പോയി എനിക്ക് ഇച്ചിരി പൈസ തരണേ. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്ന് നീ ഇല്ലാണ്ടായാൽ നാളെ രാവിലെ നിൻ്റെ മക്കളും നിൻ്റെ വേണ്ടപ്പെട്ടവരും ആരുടെയെങ്കിലും മുന്നിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ, ആ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാൾക്കെങ്കിലും ആ അവസ്ഥയുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും നീ വെറുതെ ഇരിക്കാൻ പാടില്ല. ഒരു നിമിഷം പോലും അതിനുള്ള അവകാശം നിനക്കില്ല. നീ ചതിക്കുകയാണ്. നിൻ്റെ ഭാര്യയും നിൻ്റെ അമ്മയും നിൻ്റെ അച്ഛനെയും നിൻ്റെ മക്കളെയും നിൻ്റെ കൂടപ്പിറപ്പുകളെ നീ ചതിക്കുക. കളവ് പറഞ്ഞ് ചതിച്ചുകൊണ്ടിരിക്കുക. എന്താ വിശ്വസിച്ച് വെച്ചിരിക്കുക? ആ ഒരു ഓർഡർ കിട്ടുമ്പോൾ ഇതൊക്കെ അങ്ങ് തീരത്തില്ലയോ സാർ? ആ ഓർഡർ കിട്ടുമ്പോൾ അത് വാങ്ങാൻ നീ ഇല്ലെങ്കിലോ? ആ ഓർഡർ കിട്ടുമ്പോൾ അത് മേടിക്കാൻ നീ ഇല്ലെങ്കിലോ? ആരോടാ ഈ കള്ളം പറയുന്നേ? ഇങ്ങനല്ല ജീവിക്കേണ്ട കേട്ടോ. ഞാൻ 2 രീതി ജീവിച്ചിട്ടുണ്ട്. കാശില്ലാതെയും ജീവിച്ചിട്ടുണ്ട്, ഇപ്പോൾ കാശുണ്ടാക്കിയും ജീവിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ലൈഫ് വെച്ച് ഞാൻ പറയാം, കാശില്ലാത്ത ജീവിതം ഉണ്ടല്ലോ, കാശുള്ള ജീവിതം ഉണ്ടല്ലോ, അത് വേറെയാണ്.